ഹായ് നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നിൽക്കുന്ന നമ്മൾ കണ്ണൂർ ജില്ലയിലെ ചെറുപുഴ ടൗണിന് ഏകദേശം 1.5 കിലോമീറ്റർ മാത്രം മാറിയിട്ട് കാക്കേഞ്ചാൽ കൊല്ലാട എന്ന് പറഞ്ഞ സ്ഥലത്ത് നിൽക്കണം. ഈ കാണുന്ന 17 സെന്റ് സ്ഥലവും അതിലിതായി പണി തീരാത്ത 2000 സ്ക്വയർ ഫീറ്റ് വീടും വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു സ്ഥലത്തിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലോ കാണുന്നവർ പേജ് മറക്കാതെ ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങളെ വീഡിയോസിലെ പ്രോപ്പർട്ടി എന്തെങ്കിലും ഇതുപോലെ പരസ്യം ചെയ്ത് സെയിൽ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്മളെ നമ്പറിൽ കോൺടാക്ട് ചെയ്യട്ടോ. അപ്പൊ നമുക്ക് ഈ ഒരു സ്ഥലത്തിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളിലേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ഇങ്ങോട്ട് വരാനുള്ള വഴി സൗകര്യം ഒക്കെ പറഞ്ഞു കേട്ടോ. ഈ റോഡ് വരുന്ന നമുക്ക് കാക്കേഞ്ചാൽ ടൗണിൽ നിന്ന് വരുന്ന റോഡാണ്. അവിടെ നിന്ന് ഏകദേശം ഒരു 900 മീറ്റർ നമ്മളെ പ്ലോട്ടോട്ടുള്ള ദൂരം എന്ന് പറയുന്നത്. ടാറിംഗ് റോഡാണ്. ഏത് വാഹനങ്ങൾ വേണേലും വരാൻ സൗകര്യത്തിനുള്ള വഴിയും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ. അടുത്ത് വെക്കുന്ന ഇഷ്ടംപോലെ വീടുകളുണ്ട്. അയൽവാസികളൊക്കെ ആയിട്ട് ഒരുപാട് വീടുകളുണ്ട്. ഞാൻ നോക്കണേ ഈ ഒരു സൈഡിലോട്ടും ഇങ്ങോട്ടും വീടുകളുണ്ട് കേട്ടോ. മൊത്തം നല്ല ഇഷ്ടംപോലെ നല്ലൊരു സൈലന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇഷ്ടംപോലെ വീടുകളൊക്കെ ആൾത്താമസമൊക്കെ ഉള്ള ഏരിയ ആണ്. നമ്മുടെ സ്ഥലത്തിന്റെ അതിര് ഇതാക്കണം പറഞ്ഞാണ് തുടങ്ങുന്നത്. മൊത്തം 17 സെന്റ് സ്ഥലമാണ് വരുന്നത്. കറണ്ടിന്റെ ഇലക്ട്രിക് പോസ്റ്റ് നമുക്ക് പ്ലോട്ടിന്റെ ഫ്രണ്ട് തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതാക്കണേ അത്യാവശ്യം നല്ലൊരു നല്ലൊരു സ്ഥലം തന്നെയാണ്. നല്ലൊരു സ്റ്റൈലുള്ള നല്ലൊരു ഏരിയ, ശാന്തസുന്ദരമായ ഒരു ഏരിയയും കൂടിയാണ്. നമ്മൾ ഈ സ്ഥലത്തിന്റെ പഞ്ചായത്തും അതുപോലെ വില്ലേജും നമുക്ക് ചെറുപുഴയാണ് വരുന്നത്. പിന്നെ നമുക്ക് അടുത്തുള്ള ആരാധനാലയങ്ങൾ പറഞ്ഞാൽ നമുക്ക് കാക്കേഞ്ചാൽ ടൗണിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ ക്രിസ്ത്യൻ പള്ളി ഉണ്ട്. പിന്നെ നമുക്ക് ചെറുപുഴ ടൗണിലേക്ക് എത്തിക്കഴിഞ്ഞാലും അവിടെ നമുക്ക് എന്താ പറയാ ചർച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ നമുക്ക് ചെറുപുഴ ടൗണിലാണുള്ളത്. ഏകദേശം 1.5 കിലോമീറ്റർ ആണ് നമുക്ക് ചെറുപുഴയിലോട്ടുള്ള ദൂരം എന്ന് പറഞ്ഞാൽ. പിന്നെ നമ്മുടെ സ്ഥലത്തിന്റെ അതിൽ നമുക്ക് ഇവിടം വരെയാണ് വരുന്നത് കേട്ടോ. അപ്പൊ ഇത്രയും നമുക്ക് ഫ്രണ്ടേജ് കിട്ടുന്നുണ്ട്. ഈ കാണുന്ന തന്നെയാണ് നമ്മളെ സ്ഥലം. നമുക്ക് പ്ലോട്ടിനകത്തോട്ട് പോയിട്ട് ബാക്കി ഡീറ്റെയിൽ പോയി നോക്കാം. അപ്പൊ നമ്മളെ ഒരു വീടിന്റെ സിറ്റ് ഔട്ട് എന്നുള്ള വ്യൂ ആണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നമുക്ക് ഇതാക്കണം നല്ല ടാറിങ് റോഡ് ഫ്രണ്ടേജോട് കൂടി കിടക്കുന്ന സ്ഥലമാണ്. പിന്നെ ഇതാക്കണം വണ്ടികളൊക്കെ ഏത് വേണേലും കൊണ്ടുപോയി നിർത്താനൊക്കെ ഉള്ള മിറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് നമുക്ക് മിറ്റൊക്കെ. പിന്നെ ഇതാക്കണം അയൽവാസികളൊക്കെ ആയിട്ട് ഇവിടെ ഇഷ്ടംപോലെ വീടുകളുണ്ട്. ഒരുപാട് ആൾത്താമസമുള്ള ഒരു ഏരിയ തന്നെയാണ് കേട്ടോ. പിന്നെ നമുക്ക് ഇങ്ങോട്ട് വരാനുള്ള ദൂരം എന്ന് പറഞ്ഞാൽ നമുക്ക് പയ്യന്നൂരിൽ നിന്നൊക്കെ വരാണ്ടെങ്കിൽ ഒരു 33 കിലോമീറ്ററും അതേപോലെ തന്നെ കണ്ണൂരിൽ നിന്നൊക്കെ വരാണ്ടെങ്കിൽ 58 കിലോമീറ്റർ ദൂരമുള്ളത്. പിന്നെ നമുക്ക് കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ട് എന്നൊക്കെ ആണെങ്കിൽ വരുന്നുണ്ടെങ്കിൽ 66 കിലോമീറ്റർ ദൂരമുള്ളത് കേട്ടോ. അപ്പൊ നമ്മളെ വീടിന്റെ ഫ്രണ്ട് എന്നുള്ള വ്യൂ ആണ് നിങ്ങൾ ഈ കണ്ടുകൊടുക്കുന്നത്. നോക്കി വീടിന്റെ കുറച്ച് പണിയും കൂടിയും ബാലൻസ് കിടക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് നമ്മളെ വീടിന്റെ ഫ്രണ്ട് എന്നുള്ള ഒരു വ്യൂ എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ഇനി ഇങ്ങോട്ട് വരും ഇതാക്കുന്നത് നമ്മളെ വീടിന്റെ പോർച്ചാണ് കേട്ടോ. വലിയ പോർച്ചാണ്. വലിയ വണ്ടി അടക്കം നേരെ കൊണ്ടുപോയി നിർത്താൻ സൗകര്യത്തിനുള്ള വലിയ പോർച്ചാണ്. പിന്നെ വണ്ടിയൊക്കെ കൊണ്ടുപോയി നിർത്തി കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഈ കാണുന്ന സിറ്റ് ഔട്ടാണ് കേട്ടോ. സിറ്റ് ഔട്ട് വലിയ സിറ്റ് ഔട്ടാണ്. ഓപ്പൺ സിറ്റ് ഔട്ടാണ്. അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതാക്കണേ ഫ്രണ്ടിലോട്ട് 2 ജനൽ വരുന്നുണ്ട്. നമുക്ക് പുറത്തുനിന്നുള്ള കാഴ്ച കിട്ടുന്നത് തന്നെ നല്ല വലിയ ജനലും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് അകത്തേക്ക് പോയോട്ടെ. അകത്ത് സൗകര്യങ്ങളൊക്കെ ഒന്ന് കാണാം. നമുക്ക് ഇങ്ങോട്ട് വരും. വലിയ വീടാണ്. നല്ല സൗകര്യമുള്ള വലിയ വീടാണ്. ഹാളിലേക്ക് കൊണ്ട് കയറി കഴിഞ്ഞാൽ നോക്കണം എത്രങ്ങാനും വലിയ ഹാളാണ് അറിയാം. നമ്മളെ വീടിന്റെ പണി മുഴുവൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ. തേപ്പ് വരെ ആയിട്ടുള്ളൂ. ഇനി പെയിന്റിങ് ഉണ്ട്, നിലത്തിന്റെ പണി ഉണ്ട്, അങ്ങനെ കുറച്ച് പണികൾ കൂടെ ബാക്കി ബാലൻസ് ഉണ്ട്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വലിയ മൊത്തം 2000 സ്ക്വയർ ഫീറ്റ് പണിതൊരു വീടാണ് അത്. നിങ്ങൾ ഇതിന്റെ ഉള്ളിൽ ഒരുവിധം എല്ലാ വർക്കും കഴിഞ്ഞാണ്. ഇനി കുറച്ച് നിലയിടണം, പിന്നെ കുറച്ച് പെയിന്റിങ്, കുറച്ച് പ്ലംബിങ്, വയറിങ്, അങ്ങനെ കുറച്ച് വർക്കും കൂടിയും ചെയ്യാനുണ്ട് അല്ലേ? അതെ. പിന്നെ നമ്മളെ വീടിന് മൊത്തം 3 ബെഡ്റൂം ആണ് വരുന്നത്. ഒരു റൂം ഈ ഭാഗത്താണ് വരുന്നത്. പിന്നെ 2ാമത്തെ റൂം ഇവിടെയാണ്. 3ാമത്തെ റൂം ആ ഒരു ഭാഗത്താണ്. റൂമിലോട്ട് നമുക്ക് ഹാളിൽ ഇനി ആരെങ്കിലും ഗസ്റ്റുകളൊക്കെ വന്നു കഴിഞ്ഞ് വർത്താനം പറഞ്ഞിരിക്കാന്നുണ്ടെങ്കിലും റൂമിലോട്ട് പെട്ടെന്ന് നോക്കിയാൽ കാണുന്നില്ല. ആ ഒരു പ്രൈവസിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ വലിയ റൂമുകൾ ഓരോന്ന് കാണിച്ചു തരാം. അതിന് മുന്നേ തകർന്ന് ഹാളിൽ നിന്നാണ് നമുക്ക് സ്റ്റെയർ എല്ലാം ഉള്ളത്. കണ്ടില്ലേ? നിങ്ങൾ വലിയ റൂമുകൾ കാണിച്ചു തരാം കേട്ടോ. ഇവിടെയാണ് ഇവിടുന്ന് ഇങ്ങനെ വരുമ്പോ ഇവിടെയാണ് നമുക്ക് റൂമിലേക്ക് എത്തുന്നത് കേട്ടോ. വലിയൊരു വീട്, വലിയ വീടാണ്. വേറെ വെറൈറ്റി മോഡലായിട്ട് നല്ലൊരു എന്താ പറയുക വീടിന്റെ മൊത്തം പണി കഴിയുമ്പോഴാണ് ആ ലൈറ്റും സംഭവങ്ങളൊക്കെ പിടിപ്പിച്ച് കഴിഞ്ഞാൽ അതിന്റെ വേറെ വൈബ് രസമായിരിക്കും കേട്ടോ. ഇതാണ് അറ്റാച്ച്ഡ് ബാത്റൂമിനുള്ള സ്പേസ് ഉണ്ട്. നല്ല വലിയ റൂമാണ് കേട്ടോ. വലിയ റൂം അത്യാവശ്യം നല്ല എന്താ പറയുക. ഈ ഭാഗത്തേക്ക് ഒരു ഒറ്റക്കള്ളി ജനലുണ്ട്, ഇവിടേക്ക് ഒരു ഒറ്റക്കള്ളി ജനലുണ്ട്. പിന്നെ ഫ്രണ്ട് എന്നുള്ള കാഴ്ച കിട്ടാനാക്കണം. ഇവിടേക്ക് ഒരു 3 കള്ളി ജനലും ഉണ്ട് കേട്ടോ. ഇനി വരെ നമുക്ക് അടുത്ത് കാണാം. അങ്ങോട്ട് വരും. അടുത്ത് നമുക്ക് ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമുക്ക് 2ാമത്തെ റൂം കാണാം കേട്ടോ. ഇനിയിപ്പോ നിങ്ങൾ ഈ ഒരു വീട് എടുക്കുകയെന്നുണ്ടെങ്കിൽ പിള്ളേരൊക്കെ സ്കൂളിലൊക്കെ പറഞ്ഞേക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കാക്കേഞ്ചാൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ചെറുപുഴ ടൗണിലേക്ക് എത്തിക്കഴിഞ്ഞാൽ 2-3 സ്കൂളുകളുണ്ട്, അടുത്ത സ്കൂളുകളുണ്ട്. അപ്പൊ ഇതാണ് നമ്മളെ 2ാമത്തെ റൂം. ഇതും വലിയ റൂം തന്നെയാണ്. കണ്ടില്ലേ നിങ്ങള്? ഈ റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂമിനുള്ള സ്പേസ് ഉണ്ട്. കണ്ടില്ലേ? ഇനിയിപ്പോ 2 ഭാഗത്തേക്കും ജനലുകൾ വരുന്നുണ്ട്. ഈ സൈഡിക്ക് ഈ ഒരു ഭാഗത്തോട്ട് നോക്കി ഇങ്ങോട്ട് 3 കള്ളി ജനലുണ്ട്. ആ ഭാഗത്തേക്കും 2 സിംഗിൾ ജനൽ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത കാണിച്ചു തരാട്ടോ. ഇങ്ങോട്ട് വരും. ഇനിയിപ്പോ നമുക്ക് എന്തെങ്കിലും ഒരു ഹോസ്പിറ്റൽ കേസോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെറുപുഴ ടൗണിലേക്ക് എത്തിക്കഴിഞ്ഞാലൊക്കെ അവിടെ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങോട്ട് വരിക. ഇവിടെയാണ് നമ്മളെ 3ാമത്തെ റൂം. കണ്ടില്ലേ? 3 റൂമും വലിയ റൂമാണ്.
ചെറുപുഴ ഏരിയയിൽ സ്ഥലങ്ങളൊക്കെ തിരഞ്ഞെടുക്കുന്ന ആൾക്കാർക്ക് എടുക്കാൻ പറ്റിയ കിടിലൻ ഒരു പ്ലോട്ട് തന്നെയാണ് അത്. അതെ, മൊത്തം 17 സെന്റ് സ്ഥലമാണ്. ഇതാകണം ഈ റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്, അതിനുള്ള സ്പേസ് ആണിത്. അപ്പൊ 3 റൂമും കണ്ടു കഴിഞ്ഞില്ലേ, ഇനി നമുക്ക് അടുത്ത കാണേണ്ട മെയിൻ ആയിട്ട് കാണേണ്ട അടുക്കള കേട്ടോ. അങ്ങോട്ട് വരി. നമ്മളെ വീട്ടിലെ ലേഡീസിന് ഏറ്റവും കൂടുതൽ ആദ്യം കാണേണ്ട വീടിന്റെ അടുക്കള ഏത് മോഡലിലാണ് അതാക്കണേ. നമുക്കിവിടെ ഈ ഒരു സ്റ്റൈലിലാണ്, ഓപ്പൺ കിച്ചൺ ആണ് കേട്ടോ. ഇവിടെ ആ ഒരു തട്ടും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല രസം. വേറെ കാര്യം, നിങ്ങളെ മോഡലിനനുസരിച്ച് നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇത് പണി കുറച്ച് മോഡിഫിക്കേഷൻ ഒക്കെ ചെയ്യുകയും ചെയ്യാം അല്ലേ. ആ, അപ്പൊ ഇവിടെ നമുക്കിപ്പോ വേണമെങ്കിൽ ഒരു ഡൈനിങ് ഏരിയ ഒക്കെ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പൊ അത്രയും നല്ല സ്പേസ് ഉണ്ട്. ഇങ്ങോട്ട് വരി. ഇവിടെ നമുക്ക് അടുത്തത് വരുന്ന അടുത്ത കിച്ചണിന്റെ ഒരു വർക്ക് ഏരിയ, ആ ഒരു ഏരിയ വരുന്ന ഇവിടെയാണ് കേട്ടോ. ഇവിടെ അത്യാവശ്യം നല്ല സ്പേസ് എല്ലാം ഉണ്ട്. പിന്നെ നമ്മളിങ്ങോട്ട് ഡോർ തുറന്നിട്ട് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് പുറത്തോട്ട് കാണുകയും ചെയ്യാം. അതുകൊണ്ടല്ലേ, ഇനി പുറത്ത് വേണമെങ്കിൽ നമുക്ക് വേറെ എക്സ്ട്രാ വേറെ വർക്ക് ഏരിയ നമുക്ക് വേണമെങ്കിൽ കുറച്ച് വലുത് അങ്ങനെ ആക്കണമെങ്കിൽ ആക്കാം. അതിനുള്ള സ്പേസും കൂടി ഉണ്ട്. ഇപ്പൊ നമ്മളെ വീടിന്റെ ബാക്ക് സൈഡിലാണ് ഉള്ളത് കേട്ടോ. കണ്ടല്ലേ, വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചെറിയ കൃഷി കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള അതിന്റെ സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അതിരെല്ലാം ഫുള്ള് ബൗണ്ടറി എല്ലാം തിരിച്ചിട്ടേക്കുന്നതാണ്. പിന്നെ നമുക്ക് വെള്ളം കാണിച്ചു കൊടുക്കട്ടെ. എങ്ങോട്ട് നമുക്ക് നമ്മൾ ഈ ഒരു പറമ്പിൽ വെള്ളത്തിന്റെ സൗകര്യത്തിന് കിണറാണുള്ളത്. ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ വെള്ളമൊക്കെ ഇഷ്ടം പോലെ ആണ് കേട്ടോ. അത് ഫുൾ ടൈം ഇതേമാരിക്ക് ഉണ്ടാവും, വറ്റൊന്നുമില്ല. ഈ ഒരു ലെവലിൽ എപ്പോഴും ഉണ്ടാവും ഇതേമാരിക്ക് വെള്ളം കേട്ടോ. പിന്നെ അങ്ങനെ ഇവിടുന്ന് നോക്കുമ്പോൾ അങ്ങനെ ചുറ്റുപാട് വീടുകളൊക്കെ ഉണ്ട്. അങ്ങോട്ടൊക്കെ ഇഷ്ടം പോലെ വീടുകളാണ് കേട്ടോ. സൈലന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് അല്ലേ. ഇപ്പൊ ബാക്ക് സൈഡിൽ നമുക്ക് അതിരിതായി കാണുന്നതാണ് കേട്ടോ. ഒറ്റ സ്ക്വയർ ആയി കിടക്കുന്ന ഒറ്റ പീസ് സ്ഥലമാണ്. 17 സെന്റ് സ്ഥലം ഇങ്ങനെ ഒറ്റ സ്ക്വയർ ആയി കിടക്കുന്നതാണ്. പിന്നെ ഈ ഭാഗത്ത് വേണമെങ്കിൽ നമുക്ക് ഇനിയിപ്പോ എന്തെങ്കിലും തെങ്ങും തൈയൊക്കെ നടണമെങ്കിൽ അതൊക്കെ നടാം. അതിലെ കവുങ്ങും തയ്യോ ഇനിയിപ്പോ കപ്പയോ ചേനയോ ചേമ്പോ വീട്ടിലേക്ക് ആവശ്യമുള്ള കൃഷി സാധനങ്ങളൊക്കെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നടണമെങ്കിൽ അതിനൊക്കെ നടാം. ഫ്രൂട്ട്സ് ഐറ്റംസ് തൈകളോ എന്തെങ്കിലുമൊക്കെ സപ്പോർട്ടോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നടണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നടാം. അതിനൊക്കെ പറ്റിയ നല്ല മണ്ണുള്ള സ്ഥലവും കൂടിയാണ്. അതുകൊണ്ടല്ലേ വീടുകളൊക്കെ നോക്കിയാണെങ്കിൽ അയൽവാസികളൊക്കെ ആയിട്ട് പിന്നെ ഇതാ അയൽവാസികളായിട്ട് വീടുണ്ടല്ലോ തൊട്ടടുത്ത് ആക്കുന്ന ഇഷ്ടംപോലെ വീട്. ഇതുകൊണ്ട് നിങ്ങൾ വീടുകളൊക്കെ നല്ലൊരു സൈലന്റ് ആയിട്ടുള്ള ഒരു ഏരിയയും കൂടിയാണ് കേട്ടോ. ഇതാണ് ഇപ്പോൾ നമ്മളെ വീടിന്റെ ബാക്ക് സൈഡിൽ നിന്നുള്ള ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ. ഇനി വേണമെന്നുണ്ടെങ്കിൽ മേളിലോട്ട് വീടിന്റെ സ്റ്റെയർ മേലെ നമുക്ക് ഉള്ളിൽ സ്റ്റെയർ ഉണ്ട്. അപ്പൊ വേണമെങ്കിൽ മേലെ ഇനിയിപ്പോ വേറെ റൂമുകളൊക്കെ എടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള സൗകര്യം കൂടി ഉണ്ട് കേട്ടോ. അതിൽ അത്രയും ഇതിലാണ് അതിന്റെ ഫുള്ള് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ഒരു വീടിന്റെയും ഈ ഒരു സ്ഥലത്തിന്റെ മൊത്തത്തിലുള്ള ഒരു ഡീറ്റെയിൽ എന്ന് പറഞ്ഞാല്. അപ്പൊ എല്ലാവർക്കും കണ്ട് ഇഷ്ടപ്പെട്ട് കാണും വിചാരിക്കുന്നത്. അത്യാവശ്യം നല്ല കിടിലൻ പ്ലോട്ട് വന്ന് കണ്ട് ഞങ്ങൾ എടുക്കാതെ പോലട്ടോ. അജാതി മുതൽ സ്ഥലമാണ്. അപ്പൊ അങ്ങനെ നമ്മളെ സ്ഥലം കാര്യങ്ങളൊക്കെ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്നു വിശ്വസിക്കുന്ന. സ്ഥലം വരുന്നത് നമ്മളെ കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ലയിലെ ചെറുപുഴ ടൗണിൽ നിന്ന് ഒരു 1.5 കിലോമീറ്റർ മാത്രം അകലത്തിലാണ് ഈ ഒരു പ്ലോട്ട് ഉള്ളത്. മൊത്തം 17 സെന്റ് സ്ഥലം ഈ ഒരു വീടാണ് വിൽപ്പനയ്ക്കുള്ളത്. അപ്പോൾ ഇതിന്റെ മൊത്തത്തിലുള്ള റേറ്റിന്റെ ഓണർ പ്രതീക്ഷിക്കുന്ന വില എന്ന് പറഞ്ഞാൽ മൊത്തം 55 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. അത് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു പ്ലോട്ട് എടുക്കണമെന്നൊക്കെ താല്പര്യമുണ്ടെങ്കിൽ താഴെ ഓണറുടെ നമ്പറും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഡയറക്റ്റ് എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ ഏതെല്ലാം നമ്മൾ കാസർഗോഡ് ജില്ലയിലോ കണ്ണൂർ ജില്ലയിലോ വിൽക്കാനുണ്ടെങ്കിൽ നമ്മളെ ചാനൽ വഴി യൂട്യൂബ് ചാനൽ വഴി പരസ്യം ചെയ്ത് വിൽക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി ഒരു കിടിലൻ പ്ലോട്ടിൻ്റെ വിശേഷമായിട്ട് വീണ്ടും കാണാം. ബൈ.